നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് രേണുസുതി. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ രേണുസുതിയുടെ റീൽസ് ആണെങ്കിലും ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഒക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായതും ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായതുമാണ്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണുസുതിയെ വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്ന് പറയുമ്പോൾ രാഹുൽ പങ്കുവെച്ച ഒരു റീലല്ല രാഹുൽ പങ്കുവെച്ച ഒരു വീഡിയോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അനിയനെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ തൻ്റെ അനിയനൊപ്പം ചെലവഴിച്ച ആ നിമിഷങ്ങളാണ് രാഹുൽ ആ ഒരു വീഡിയോയിൽ പങ്കുവെച്ചത്. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും രേണുവിനെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ സുധിക്ക് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം തന്നെ അലക്ഷ്യമായിട്ടൊരു ചാക്കിനകത്ത് കെട്ടി കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്നതും ബാക്കി രേണുവിന് കിട്ടിയ എല്ലാ ട്രോഫിയും എല്ലാ അംഗീകാരങ്ങളും ടേബിളിൽ അടുക്കി വെച്ചിരിക്കുന്നതും കണ്ടു. മാത്രമല്ല ആ വീട് മുഴുവൻ അലങ്കോലമാക്കി വൃത്തിയില്ലാതെ ഇട്ടിരിക്കുന്നതും എല്ലാവരും ശ്രദ്ധിച്ച കാര്യം തന്നെയാണ്. അതിനെതിരെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർത്തുകയും ചെയ്തു തന്നെയാണ്. എന്നാൽ അതിൽ പ്രതികരണമായിട്ട് രേണു വന്നപ്പോൾ പറഞ്ഞ കാര്യം താൻ ഋതുൽ തൻ്റെ മകൻ ഋതപ്പൻ അതെടുത്ത് നശിപ്പിക്കാതിരിക്കാനായിട്ട് ആ സാധനങ്ങളെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷെ രേണുവിൻ്റെ ആ ഒരു മറുപടി അത്ര ആർക്കും ഒട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നതല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ തൻ്റെ ആ ഒരു ട്രോഫി പോലും തൻ്റെ മകൻ എടുത്ത് നശിപ്പിക്കത്തില്ലേ? അതിന്റെ കൂടെ തന്നെയാണ് രേണുവിന്റെ മറ്റൊരു അത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊരു വലിയ ചർച്ചയായിരുന്നു. അതെന്തായാലും ഇപ്പോഴും വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് അതങ്ങോട്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു സംഭവമായിരുന്നില്ല. അതിന് പിന്നാലെ വേറൊരു വിവാദവുമായിട്ട് രേണു എത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന് വീട് ചോർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഉണ്ടായത്. അത് അറിയാലോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എന്തുകൊണ്ടാണ് ആ വീട് നിർമ്മിച്ച് നൽകിയത്, 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒട്ടും രേണുവിന്റെ പേരിലൊന്നുമല്ല. ഇപ്പൊ ആ വീട് ചോർച്ച ഉണ്ടെന്നാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ആരോപണത്തിൽ മറുപടിയായിട്ട് നമ്മുടെ കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ച ആളുമായ ഫിറോസ് രംഗത്ത് വന്നതാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. വീട് ചോർച്ച പ്രശ്നം ഇല്ലെന്നും മുൻപ് പലപ്പോഴായി രേണു തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ഫിറോസ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുന്നത്, അപ്പോൾ രേണുവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം അയൽവാസിയാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു അഭിമുഖത്തിനിടെയാണ് ഫിറോസ് രേണുവിനെതിരെ തുറന്നടിച്ചത്. വീട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലെ എലിവേഷനിൽ ഒരു ബ്ലാക്ക് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ കാരണം അവർക്കൊരു AC വെക്കാൻ എളുപ്പം സാധിച്ചില്ലെങ്കിൽ എയർ സർക്കുലേഷനും വെളിച്ചവും വന്നോട്ടെ എന്ന് കരുതി കൊടുത്ത ഡിസൈൻ ആണത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞ തവണ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അത് നമ്മൾ ഗ്ലാസ് വെച്ച് അടച്ചു കൊടുത്തു എന്നും ഫിറോസ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ്, അപ്പോൾ സ്വാഭാവികമായും അവിടെ ചാറ്റിലടിക്കും, ഈ വെള്ളം വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ച് അടച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഫിറോസ് പറയുന്നത്. അതാണ് ചോർച്ചയെന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയത്. അപ്പോൾ രേണു ഉയർത്തിയ വിവാദം ക്രെഡിബിലിറ്റിയെ നന്നായി ബാധിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബിസിനസ്സിനെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫിറോസ് പറയുന്നത് സത്യമാണ്. കാരണം സഹായിച്ച ഒരാൾക്കെതിരെ, അത് നമ്മളൊരു വീടാവുന്ന സമയത്ത് ഇപ്പോൾ നമുക്കത് വെച്ച് തന്ന ഒരാൾക്കെതിരെ തന്നെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ല. അത് മാത്രമല്ല ഫിറോസ് ഒരു കാര്യം എടുത്ത് പറയുകയും ചെയ്തു, ഒരുപാട് പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് പൈസ ഈ ഒരു വീട് വെക്കുന്നതിന് ചെലവായി. അപ്പൊ തന്റെ കയ്യിൽ നിന്ന് പോലും പകുതി പൈസയും ഇട്ടാണ് ഈ വീട് പൂർത്തിയാക്കിയതെന്നും ഫിറോസ് പറയുന്നു. അത് മാത്രമല്ല ആ വീട് പൂർത്തീകരിച്ച് കൊടുത്തതിന് ശേഷം അന്ന് ആ വീട്ടില് പാലുകാച്ചലിന് പോയി, പക്ഷെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, തിരികെ അവർ വരികയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഓരോ ദിവസവും ഇപ്പം അതിൽ ഒരു ക്ലോക്ക് തറയിൽ വീണാലോ അല്ലെങ്കിൽ ബൾബ് ഫീസായാലോ ഈ ഒരു മോട്ടർ കത്തിപ്പോയാലോ എല്ലാത്തിനും മെയിൻ്റെനൻസിന് എല്ലാം ഇവരെ വിളിക്കും. ഇവരെ വിളിച്ചതിന് ശേഷം മെയിൻ്റെനൻസ് ചെയ്ത് തരണം, അങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞു. അതിനിടയിൽ ഒരു സോക്കേഴ്സിൻ്റെ കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50,000 രൂപ അടുപ്പിച്ചാകും, അപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ കയ്യിൽ അത്ര പൈസയില്ല, നിങ്ങളത് ചെയ്തുകൊള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കിത് ചെയ്തു തരണം എന്ന് ആവശ്യപ്പെട്ടു. നിങ്ങളത് ചെയ്തു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിനെ ബന്ധപ്പെടും, അവരുമായിട്ട് ഇത് ചർച്ച നടത്തുമ്പോൾ
അത് നിങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എന്ന് രേണു പറയുകയും ചെയ്തു. അപ്പോൾ അത്രത്തോളം തന്നോട് ഭീഷണിയായിട്ട് രേണു സംസാരിച്ചു എന്നാണ് ഫിറോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് ഹൗസ് വാമിംഗ് കഴിഞ്ഞതിന് ശേഷം രേണുവിനെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ഫിറോസ് പറയുന്നത്. വീട് താമസം കഴിഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ തന്നെ ബന്ധപ്പെട്ടിരുന്നു. ആ വീട്ടിൽ വെച്ച് ഒരു ഓണസദ്യ പരിപാടി ഒരുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള പ്രൊമോഷനും അതിന് ചെയ്യാമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ സമ്മതിച്ചു, വരുന്നില്ല, ഫോണിലൂടെ പ്രതികരണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ആ പരിപാടി വീട്ടിൽ വെച്ച് നടത്തണമെങ്കിൽ 15,000 രൂപ തരണമെന്ന് അവരോട് രേണുസുതിയോ അവരുടെ അച്ഛനോ ആവശ്യപ്പെട്ടത്രേ. അപ്പോൾ ഇത് കേട്ടതോടെ വല്ലാതെയായി എന്ന് പറയുന്നു. കാരണം നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു. തന്നെ സംബന്ധിച്ച് രേണുവിൻ്റെ പൗരാവകാശത്തിൽ ഇടപെടാൻ താല്പര്യപ്പെടുന്നില്ല. ആ വീട്ടിൽ സുധിയുടെ മക്കളും ഭാര്യയും മാതാപിതാക്കളും താമസിക്കണമെന്നാണ് ഈ ഫിറോസ് ആ ഒരു ടീം ആഗ്രഹിച്ചത്. എന്നാൽ സുധിയുടെ എന്ന് പറയാൻ സുധിയുടെ മകൻ ഋതപ്പൻ മാത്രമാണ്. രേണുവിന്റെ ബന്ധുക്കളാണ് ഇപ്പോൾ അവിടെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതൊരു വിവാദമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സത്യമാണ്, കുടുംബമാണ്, ഋതപ്പനല്ല. ഇപ്പോൾ ആ കുട്ടി വീട്ടിലേക്ക് വരുവാണെങ്കിൽ പോലും ആ കുട്ടിയുടെ വീടല്ല, അത് രേണുവിന്റെ കുടുംബക്കാരുടെ വീടാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണെന്ന് ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ കയറി വരുന്ന സമയത്ത് എന്തോ ഒരു അതിഥിയായിട്ട് വന്ന് കയറുന്ന ഒരു ഫീൽ ആയിരുന്നു ആ വീഡിയോ കാണുന്നത് പോലും. അത് മാത്രമല്ല, ഈ വീട് ചോർച്ചയുണ്ടെന്ന് രേണു പറഞ്ഞ സമയത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും വാടക വീട് അന്വേഷിച്ച് പോകാനായിട്ട് നിൽക്കുവാണ്, വാടക വീട്ടിലോട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. കാരണം ഇത് ഇത്രയും ഋതപ്പൻ കിടക്കുന്ന റൂമിലാണ്, ആ സൈഡിലാണ് വെള്ളം ചോരുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു വാടക വീടിന് അന്വേഷിക്കുകയാണെന്നും അത്യാവശ്യം കുറച്ച് പൈസയാവും. അപ്പോൾ ആ പൈസ ഇപ്പോൾ കയ്യിലില്ല, പക്ഷെ ആ പൈസ ശരിയാവുന്ന സമയത്ത് ഞങ്ങളൊരു വാടക വീട് അന്വേഷിച്ച് പോകുമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും സ്വന്തം മകൻ ഇത്രയും കഷ്ടപ്പെട്ട് 2 മക്കൾക്കും വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട് ഉപേക്ഷിച്ച് രേണു ഇങ്ങനെ പോകണം എന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു കാര്യത്തിൽ ഇങ്ങനെ പോകണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അവരുടെ ആ ഒരു എഫേർട്ടിനെ അത്രത്തോളം നിസ്സാരമായി കാണുന്ന ഒരു. ഇപ്പോൾ ഫിറോസ് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ച് വേറൊരാളും കൂടി ഉണ്ട്. നമ്മുടെ ഈ സ്ഥലം, ഈ വീട് വെക്കാൻ സ്ഥലം കൊടുത്ത ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി. അപ്പോൾ രേണു വീട് നിർമ്മിച്ച് നൽകിയ KHDSക്കെതിരെ സംസാരിച്ചത് തെറ്റായി പോയെന്നാണ് ബിഷപ്പ് പറയുന്നത്. രേണുവിനല്ല, മക്കൾക്ക് വീട് വെക്കാനാണ് താൻ ആ സ്ഥലം നൽകിയതെന്നും ഇനി അറിയപ്പെടുന്നവരെ സഹായിക്കാൻ തനിക്ക് ഭയമാണെന്നുമാണ് ബിഷപ്പ് ഇതോടെ പറയുന്നത്. ഇതോടെ കൂടി ഒരു വലിയൊരു വഴിയാണ് അടയുന്നത്. ഇനി ആരെങ്കിലും സഹായിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ രേണുസുതി എന്ന ഭാര്യയ്ക്കോ രേണുവിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ചേച്ചിക്കോ കുടുംബത്തിനോ 1 സെന്റ് സ്ഥലം ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. കാരണം അവർ ആരോഗ്യവും കഴിവുമുള്ളവരാണ്. അപ്പോൾ അനാഥരെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ് താനെന്നും അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ആളാണ് താനെന്നും ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വം മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തതെന്നുമാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അപ്പോൾ ഒരിക്കലും രേണുസുതി എന്ന കലാകാരിക്കോ അവരുടെ കുടുംബത്തിനും അല്ല, അവർ എന്നോട് ചോദിച്ചിട്ടുമില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണ മനസ്സോടെ ചെയ്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പ്രവർത്തികളിലൂടെ നല്ലത് ഇനി ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഇപ്പോൾ ഫിറോസും പറഞ്ഞു, ഞങ്ങൾക്കും ഇതേപോലെ എല്ലാ വർഷത്തിൽ ഒരിക്കൽ അർഹതപ്പെട്ടവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം, അങ്ങനെ ഒരു രീതിയിൽ നിന്ന സമയത്തായിരുന്നു സുധിയുടെ മരണവും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വീടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവർ സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുത്തത്. പക്ഷെ ഇങ്ങനെ ഒരു വിവാദമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്നും അതുകൊണ്ട് ഇനി ഞങ്ങൾ പോലും ആർക്കും വീട് വെച്ച് സഹായിക്കുന്നില്ല എന്ന് ഫിറോസ് പറഞ്ഞു. അപ്പോൾ ആ ഒരു 2 പേരും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് ആൾക്കാർക്ക് സഹായം ഉള്ള ആ ഒരു വഴി തന്നെ അടഞ്ഞിരിക്കുവാണ്. മാത്രമല്ല, ഒരുപാട് ഇപ്പം വിവി ഹെയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അങ്ങനെ ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാർ പോലും രേണുവിൻ്റെ ഈ പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ബിഷപ്പും ഫിറോസിന്റെ ഈ വാക്കുകൾക്കെതിരെ പ്രതികരിച്ച് രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. തനിക്കും ഇതുപോലെ ആരെങ്കിലും സഹായിക്കാനായിട്ട് ഭയമാണെന്നും മാത്രമല്ല ഇപ്പോൾ അത് മാത്രമല്ല ബിഷപ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ആൾക്ക് ഞാനിതേപോലെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ, അനാഥരായിട്ടുള്ള ആൾക്കാർക്ക് ഇതേപോലെ സ്ഥലങ്ങളൊക്കെ കൊടുക്കുകയും അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ്.
അപ്പൊ ഇങ്ങനെയുള്ളപ്പോ ഇതേപോലെ KHDFC ആൾക്കാർ അവരെ പോലെ ഇതുപോലെ അവർക്ക് ഓർഡർ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, വീട് ഇതേപോലെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ വീട് വെക്കുന്ന ഓർഡർ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്നെയും അത് ബാധിക്കത്തില്ലേ, എന്നെയും അത് കുറ്റപ്പെടുത്തത്തില്ലേ, അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് രേണു ഇത് പറഞ്ഞതെന്നും രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുമാണ് നോബൽ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മാത്രമല്ല ഈ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല ഇത്രയും വിഷയത്തില് ഇപ്പോ നമ്മുടെ കിച്ചുവും പ്രതികരിച്ചെത്തിയത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. തന്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും രേണുവിനെ കുറിച്ചും വീടിനെ കുറിച്ചും എല്ലാമാണ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ലൈവിലൂടെ കിച്ചു മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കോട്ടയത്തെ വീട് ഞങ്ങളുടെ വീട് തന്നെയാണെന്നാണ് കിച്ചു പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഋതപ്പനുമായിട്ടുള്ള വ്ളോഗ് 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സീൻ വ്ളോഗായിരുന്നു. വീട് വെച്ച് തന്ന ചേട്ടൻ പറഞ്ഞത് കേട്ടായിരുന്നു, അതിനുള്ള മറുപടി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കിച്ചു ആ ഒരു വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും പോകാൻ പറ്റാത്തത്. ഇനി ഇടയ്ക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് ഋതപ്പനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഇത് വിവാദങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണെന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം കിച്ചുവിനെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുകയാണെന്നുള്ള ഒരു ചർച്ചയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മറുപടി തന്നെയാണ് ഉണ്ടായത്. പിന്നെ നമ്മുടെ അനിയനെ ഞാൻ തീർച്ചയായിട്ടും നോക്കുമെന്നാണ് നമ്മുടെ കിച്ചു പറയുന്നത്. വീട് വെച്ച് തന്ന ചേട്ടൻ വിളിച്ചിരുന്നു. കോട്ടയത്ത് ഞാൻ പോയത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനല്ല, ഋതപ്പനെ കാണണം എന്ന രീതിയിൽ പോയതാണ്. അച്ഛൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു കേസുണ്ട്, അപ്പോൾ അതിൻ്റെ പേപ്പർ കൊടുക്കാൻ കൂടിയാണ് കോട്ടയത്ത് പോയതെന്ന് പറയുന്നു. അല്ലാതെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്തതല്ലെന്നാണ് കിച്ചു. അത് നല്ല രീതിയിൽ തന്നെ കിച്ചു അത് കാര്യങ്ങൾ പറയുന്നുണ്ട്. സുധിയെ പള്ളിയിൽ അടക്കാനുള്ള കാരണവും കിച്ചു പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായി ഒന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. കാരണം അച്ഛൻ്റെ ആ ഒരു അപകടം താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മകൻ ആ ഒരു കുഞ്ഞു കുട്ടിയായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ അതെങ്ങനെയാണ് അത് ചിന്തിക്കാൻ കഴിയുന്നത്, ആ ഒരു സമയമായിരുന്നു കിച്ചു അതിലൂടെ തന്നെ വ്യക്തമായി പറയുന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ ആ സമയത്ത് കറക്റ്റായി ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. പിന്നെ എൻ്റെ അടുത്ത് വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാനാണ് അന്ന് കിച്ചു പറയുകയുണ്ടായത്. അതും കിച്ചു ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയാണ് പള്ളിയിൽ അടക്കിയതെന്നും കിച്ചു ചോദ്യങ്ങൾക്കുള്ള വിമർശകരുടെയും യൂട്യൂബേഴ്സിന്റെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് തന്നെ ഇത് പറയുന്നുണ്ട്. പിന്നെ പഴയതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഒരുപാട് മാറിയെന്നും കിച്ചു പറയുന്നുണ്ട്. പണ്ട് ഇത്രയൊന്നും സംസാരിക്കാറില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ രേണു അമ്മ ഷൂട്ടിങ്ങിലാണ്, രേണു അമ്മ എന്നാണ് അപ്പോഴും പറയുന്നത്. അപ്പം വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടിയാണ് കിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കിച്ചുവിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ പറയാം, ഒരാൾ പറഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു പ്രായമോ ഒന്നുമല്ല ഇപ്പോൾ കിച്ചുവിൻ്റെത്. അപ്പം കിച്ചു പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സിൻസിയാരിറ്റി നമുക്ക് കാണാൻ പറ്റും. അത് ആരും പറഞ്ഞിട്ടല്ല, കറക്റ്റായിട്ട്. പിന്നെ രേണു അമ്മ എന്ന് തന്നെയാണ്, രേണു അമ്മ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയും ഇതിലൂടെ കിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലൈവിൽ വന്ന് കേക്ക് മുറിച്ചത്. ഋതപ്പന് ഫുൾ കേക്കും അവന് ആവശ്യമുള്ളതും എല്ലാം വാങ്ങിക്കൊടുക്കും വൈകാതെ. അവനല്ലാതെ വേറെ ആർക്കാണ് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടത്? ഞാനിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞുവെങ്കിലും യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടി തുടങ്ങിയിട്ടില്ലെന്നും കിച്ചു പറയുന്നുണ്ട്. നിലവിൽ 5 വയസ്സാണ് നമ്മുടെ സുധിയുടെ 2ാമത്തെ മകൻ്റെ പ്രായം. സുധി ഇല്ലാത്ത കുറവ് കുഞ്ഞനിയനെ വരാതെ നോക്കാൻ വേണ്ടി കഴിയുന്നതെല്ലാം കിച്ചു ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൂടെ നമുക്ക് വ്യക്തമാവുന്നതാണ്. പിന്നെ കിച്ചുവിന് സുധിയുടെ മുഖച്ഛായയാണെന്നാണ് ലൈവ് കണ്ട ഭൂരിഭാഗം പേരും കുറിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിവാദങ്ങൾക്കിടയിലും രേണുവിനെതിരായുള്ള വിവാദങ്ങൾക്കിടയിലും മക്കളുടെ മുഖങ്ങളും അവരുടെ ആ വീഡിയോയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ജനിപ്പിക്കുന്നത്. കാരണം ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും, ഇപ്പോൾ ഫിറോസ് ആണെങ്കിലും ഇപ്പോൾ ഫാദർ ആണെങ്കിലും ബിഷപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വിമർശനങ്ങൾ നമുക്ക് വന്നേക്കാം, പക്ഷെ അതിനെല്ലാം ഉപരി എന്താണ് ആ വീട്ടിൽ താമസിക്കുമ്പോൾ കിച്ചുവിനെ വഴക്ക് പറയുന്നു, കിച്ചുവിന് വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, അയൽവാസികൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകളും യൂട്യൂബർ കടന്ന് അലക്കുന്നുണ്ട്. അത് മാത്രമല്ല രേണുവിന്റെ മുൻകാല ജീവിതത്തെ കുറിച്ച് വരെ ഒരുപാട് തെറ്റായിട്ടുള്ള രീതിയിലും പറയുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ഈ ഒരു ഞങ്ങൾ ഈ വിമർശനങ്ങളും രേണുവിനെതിരായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലേക്കാണ് ഞങ്ങൾ എത്തുന്നത്. കാരണം ഒരു സുധി മരിച്ച സമയത്ത് നമ്മുടെ രേണുവിൻ്റെ അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ അവരുടെ മുഖത്തായിരുന്നു. അവരെ വെച്ച് ഒരുപാട് പണം ഉണ്ടാക്കിയ മാധ്യമങ്ങൾ, യൂട്യൂബേഴ്സ് ഒരുപാട് പേരുണ്ട്. അങ്ങനെ അത്രയും ഒതുങ്ങി നിന്നിരുന്ന ഇപ്പോൾ ആ ഒരു സ്റ്റാർ മാജിക്കിൽ പൊതുവേദി ആ വേദിയിൽ എത്തിയപ്പോൾ പോലും സുധിയുടെ നിഴലിൽ മാറി നിന്നിരുന്ന രേണു ഇന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഇങ്ങനെ സുധി ഇല്ല, അപ്പോൾ ഇനി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആരും തങ്ങൾക്ക് കൊണ്ടുവന്ന് തരില്ല, ഇനി മുന്നോട്ട് ജീവിക്കേണ്ടത് താനാണ് എന്ന് തിരിച്ചറിവിൽ മുന്നോട്ട് ഇറങ്ങി ആ സാഹചര്യത്തിലാണ് എല്ലാവരും കൂടി കൊത്തിപ്പറിക്കുന്നത്. അതായത് എല്ലാവർക്കുള്ള എന്താ പറയുക,
ഇപ്പം മറ്റേ ഭക്ഷണമാണ് രേണു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. കാരണം ഈ രേണുവിന് വെച്ച് വരുന്ന കണ്ടന്റിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കണ്ടന്റിനാണ് പൈസ വരുന്നത്. അപ്പം അങ്ങനെ ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് രേണുവിന് വിറ്റ് ജീവിച്ചൂടാ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് യൂട്യൂബേഴ്സ് പോയി. കാരണം അതുകൊണ്ടാണ് പഴമയെ ഇപ്പം എല്ലാവർക്കും ഒരു ഭൂതകാലം ഉണ്ടാവും. ആർക്കാണ് ഭൂതകാലം ഇല്ലാതെ? ഇപ്പൊ പറയുന്നവർക്കൊക്കെ ഓരോ ഭൂതകാലം ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ചികഞ്ഞു പോകാൻ, നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി നമ്മൾ ആരെയാണ് ക്ഷണിക്കുന്നത്? ഒരു എങ്ങനെയെങ്കിലും ജീവിച്ച് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരാളെ ഒരു കടന്നൽ കൂട് ഇളകി കുത്തുന്നത് പോലെയാണ് അവിടുന്ന് നാലാഭാഗത്ത് നിന്ന് ഇപ്പൊ പോലീസിൽ നിന്ന് വരെ അവഗണന ലഭിക്കാൻ മാത്രം എന്ത് തെറ്റാണ് രേണു ചെയ്തത്? തന്നെയും തന്റെ കുടുംബത്തെയും ഒരുപാട് കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടാണ് ആ ഒരു കേസ് കൊടുക്കാനായിട്ട് രേണു പോയത്. പക്ഷെ അവിടെയും തനിക്ക് നീതി കിട്ടുന്നില്ല, അവിടെയും ഞങ്ങൾക്ക് നീതി ഇല്ല എന്നുള്ള ഒരു സങ്കടം തന്നെയാണ് രേണു സോഷ്യൽ മീഡിയയിൽ. എന്തുകൊണ്ടായിരിക്കും ആ രേണുവിന്റെ ആ ഒരു മുന്നോട്ടുള്ള വരവ്? അതായത് മലയാളികൾ എല്ലാവരും കരഞ്ഞിരിക്കണം രേണു ജീവിതകാലം മുഴുവൻ എന്നുള്ള ആ മതിൽക്കെട്ട് തകർത്തത് കൊണ്ടായിരിക്കും. പക്ഷെ രേണു ഈ ഒരു ഫോട്ടോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ട് അഭിനയത്തിലോട്ട് ഇറങ്ങിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ രേണു നല്ല കുലസ്ത്രീ ആയിട്ട് ഇരിക്കുന്ന അങ്ങനെ വേണം എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ തന്റെ മക്കളെ നോക്കാനായിട്ട് തനിക്ക് അറിയാവുന്ന പണി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രേണു തെറ്റുകാരായി മാറി. തീർച്ചയായിട്ടും ഈ സമയത്ത് തന്നെയാണ് ഇപ്പോൾ മറ്റുള്ളവർ രംഗത്ത് വന്നതുപോലെ തന്നെ നമ്മുടെ സുധിയുടെ സഹോദരൻ പറഞ്ഞ വാക്കുകളും വൈറലാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയാ, ഒരാള് തല പൊക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്ന് തല പൊക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത്. അപ്പൊ സുധിയുടെ ചേട്ടൻ അതില് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സുധിയുടെ ചേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരിയായ ഒരു സ്ത്രീയുടെ വോയിസ് ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. അപ്പൊ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അപ്പൊ സുധിയുടെ ചേട്ടൻ രേണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരിയെ സ്ത്രീ വെളിപ്പെടുത്തി എന്ന തരത്തിൽ പുറത്തുവിട്ട അതില് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയൂ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവര് വന്ന് പറയൂ ഇല്ലേ എന്ന് അറിയില്ല. എന്താണ് സത്യം എന്നറിയില്ല. അപ്പൊ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്: രേണുവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്നും അവളെ വെച്ച് തങ്ങളെ അളക്കരുതെന്നും ചേട്ടൻ പറഞ്ഞു എന്നാണ് നാട്ടുകാരിയായ സ്ത്രീ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്താണ് ഇത്, ക്രിമിയടിയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഒരുപാട് ഇപ്പൊ എത്തുന്നതിന്റെ ഒരു രേണുവിനെ കുറിച്ച് പോലും ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇതേപോലെ നാട്ടുകാരിയായ ഒരു സ്ത്രീ പറഞ്ഞു എന്നും പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് വരെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കാര്യം തന്നെയാണ്. ഈ സുധിയുടെ ചേട്ടൻ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാമിലിയിൽ ജോലിക്ക് വന്നിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ആ വീട്ടുകാരോടാണ് പറഞ്ഞതാണ്, രേണുവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവൾ കാണിക്കുന്നത് വെച്ച് ഞങ്ങളെ അളക്കരുതെന്ന്. പിന്നെ ഹിന്ദുവായ സുധിയെ രേണുവിന്റെ ഇടവക പള്ളിയിൽ ക്രിസ്ത്യൻ മതാചാര പ്രകാരമാണ് അടക്കിയത്. കിച്ചു സമ്മതിച്ചുകൊണ്ടാണ് അങ്ങനെ സംസ്കാരം നടത്തിയതെന്നാണ് രേണു പറഞ്ഞിരുന്നു. അപ്പോൾ സുധിയുടെ 2ാം ചരമവാർഷികത്തിന് നടന്റെ അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കും ഒപ്പം ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ കിച്ചു കൊല്ലത്ത് നടത്തി എന്നും പറഞ്ഞു. പക്ഷെ ആ കിച്ചു തന്നെയാണ് ഇപ്പം അല്പം മുന്നേ ഇപ്പം നമ്മൾ പറഞ്ഞത് പ്രകാരം ആ സമയത്ത് ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു എന്ന് കിച്ചു വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രേണു ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ കോട്ടയത്തും നടത്തുകയാണ് ചെയ്തത്. സുധിയുടെ 2 മക്കൾക്കും താമസിക്കാൻ എന്ന രീതിയിലാണ് സന്നദ്ധ സംഘടന വീട് നൽകിയത്. എന്നാൽ കിച്ചുവിന് സ്വന്തമായി ഒരു മുറി പോലും ഇന്ന് ആ വീട്ടിലില്ല എന്നാണ് അവർ പറയുന്നത്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നത് നന്നായി, അല്ലെങ്കിൽ ഇതിനൊരു ഉത്തരം കിട്ടാതായേനെ അല്ലേ? ശരിക്കും എല്ലാവരും ഇതേപോലെ രേണുവിനെ കൊത്തിപ്പറിച്ച് കളഞ്ഞേനെ, രേണുവാണ് കുറ്റക്കാരി എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നപ്പോൾ തൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തൻ്റെ അറിവോടുകൂടിയാണ് എല്ലാം നടന്നത് എന്നുള്ളൊരു രീതിയിലാണ് കിച്ചു പറഞ്ഞത്. പിന്നെ കിച്ചു ആ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ഞാൻ ആ വീഡിയോ ഇട്ടത് മോശമായിട്ടുള്ള രീതിയിലല്ല, മോശമായിട്ടുള്ള രീതിയിൽ കാണിക്കാനുമായിട്ടല്ല, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു രീതിയിലാണ് കിച്ചു ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ രേണുവിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വരും. കാരണം അത്തരത്തിലാണ് ഓരോരുത്തരും ഇങ്ങനെ എന്തെന്നില്ലാത്ത വീഡിയോസ് ആണ്, നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത വീഡിയോസ് ആണ് സോഷ്യൽ മീഡിയയിൽ. അത് മാത്രമല്ല, നമുക്ക് നാളെ ഒരാൾ ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് അവരോട് അമർഷം ഉണ്ടാവുമെന്ന് നമ്മൾ അറിയുന്നത് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ്. മാത്രമല്ല, അന്ന് സുധിയുടെ അപകട സമയത്ത് ഏറ്റവും കൂടുതൽ രേണുവിനെ കുറിച്ച് സംസാരിച്ചവർ, രേണുവിന് ആശ്വാസമായി നിന്നവർക്ക് ഇപ്പൊ തിരിച്ചാണ് പറയുന്നത്. അത് രേണു മറ്റേ വീട്ടിൽ അടങ്ങിയിരിക്കുകയാണെങ്കിൽ ആരും തലപൊക്കുന്നത്. പക്ഷെ അതൊന്നും പൊങ്ങി അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്കെല്ലാം ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ രേണു ഇനിയും ഉയരും, അതനുസരിച്ച് നിങ്ങൾ വീണ്ടും വിമർശനമായിട്ട് വരും. എന്തായാലും വിമർശിക്കാൻ ആണല്ലോ നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്തായാലും.
You are watching You're watching me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.